കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ആരോമാറ്റിസിറ്റി ഓഫ് ബെൻസീനോയിഡ് കോമ്പൗണ്ട്സ് ആണ്. ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ആരോമാറ്റിസിറ്റി ഓഫ് നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്. നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ബെൻസീൻ റിംഗ് ഇല്ലാത്തവയാണ് നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ട്സും ആരോമാറ്റിസിറ്റി കാണിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്നവയാണ് നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ട്സിനകത്ത് ചിലത്. അപ്പം അതിനകത്ത് ആദ്യത്തെ മോളിക്യൂൾ ഫ്യുറാൻ മോളിക്യൂൾ, രണ്ടാമത്തത് തയോഫീൻ, മൂന്നാമത്തത് പിരിഡീൻ മോളിക്യൂൾ. ഫ്യുറാൻ മോളിക്യൂൾ ഒരു ഹെട്രോസൈക്ലിക് മോളിക്യൂൾ ആണ്. തയോഫീൻ, പിരിഡീനും ഹെട്രോസൈക്ലിക് മോളിക്യൂൾസ് ആണ്. ഹെട്രോസൈക്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ കൂടാതെ മറ്റ് ചില ആറ്റങ്ങൾ റിങ്ങിനകത്ത് വരുന്നതിനെയാണ് നമ്മൾ ഹെട്രോസൈക്ലിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഉദാഹരണം ഫ്യുറാനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്സിജൻ ആറ്റം ഹെട്രോ ആറ്റമായിട്ട് വരുന്നു, തയോഫീനകത്ത് സൾഫർ ആറ്റം ഹെട്രോ ആറ്റമായിട്ട് വരുന്നു, പിരിഡീനകത്ത് നൈട്രജൻ ആറ്റം ഹെട്രോ ആറ്റമായിട്ട് വരുന്നു. ഇതിനകത്ത് നമ്മൾ ആരോമാറ്റിസിറ്റി കണ്ടുപിടിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ ഹക്കൽസ് റൂൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു രണ്ട് പൈ ബോണ്ട്സ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പൈ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ രണ്ട് പൈ ബോണ്ട്സ് എന്ന് പറയുമ്പോൾ 4 പൈ ഇലക്ട്രോൺസ്. ഇതിനകത്ത് നിങ്ങൾക്ക് രണ്ട് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ രണ്ട് ലോൺ പെയർസിനകത്ത് ഒരു ലോൺ പെയറിന് കോൺജുഗേഷനിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നു, ഡീലോക്കലൈസേഷനകത്ത് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നു. അതിനാൽ ആകെ 4 പൈ ഇലക്ട്രോൺസേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളെങ്കിലും ഇതിനകത്തൊരു ലോൺ പെയറും കൂടി എന്തായിട്ട് മാറും? പൈ ഇലക്ട്രോൺസിനെ പോലെ ഡീലോക്കലൈസ്ഡ് ആയിട്ട് മാറും. അതിനാൽ ഇതിനകത്ത് 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. 6 പൈ ഇലക്ട്രോൺസ് ഉള്ള സ്ഥിതിക്ക് ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്നത് 4n + 2 = 6 പൈ ഇലക്ട്രോൺസ്. അപ്പോൾ എന്നിന്റെ വാല്യൂ എത്ര വരും? 1. അപ്പോൾ ഈ കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ്, ഫ്യുറാൻ ആരോമാറ്റിക് ആണ്. രണ്ടാമത്തെ തയോഫീൻ. തയോഫീനും ഫ്യുറാനെ പോലെ തന്നെ 4 പൈ ഇലക്ട്രോൺസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് 2 ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ലോൺ പെയറിന് കോൺജുഗേഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. ഇതിനകത്തും അങ്ങനെ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഹക്കൽസ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4n + 2 = 6 പൈ ഇലക്ട്രോൺസ് എന്നിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വീണ്ടും 1 കിട്ടുന്നു. അതിനാൽ തയോഫീനും ആരോമാറ്റിക് ആണ്. ഇനി മൂന്നാമത്തെ കേസിൽ പിരിഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ സാധിക്കും 3 പൈ ബോണ്ട്സ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനാൽ 6 പൈ ഇലക്ട്രോൺസ് ആണ് അതിനകത്തുള്ളത്. അപ്പോൾ 4n + 2 = 6 പൈ ഇലക്ട്രോൺസ്. അതിനാൽ n = 1. പിരിഡീനും എന്താണ്? ആരോമാറ്റിക് ആണ്. സോ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട് വിച്ച് വൺ ഇസ് ആരോമാറ്റിക് ഇൻ ദ ഫോളോയിങ്. 4 കോമ്പൗണ്ട്സ് ആണ് തന്നിട്ടുള്ളത്, A, B, C, D. അപ്പോൾ എങ്ങനെയാണ് ഇവ ആരോമാറ്റിക് ആണോ അല്ലയോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 2 പൈ ബോണ്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, 4 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്നു നോക്കാം. 4n + 2 = 4. എന്നിന്റെ വാല്യൂ 1 വരത്തില്ല. അതിനാൽ ഇത് ആരോമാറ്റിക് അല്ല. രണ്ടാമത്തെ മോളിക്യൂൾ 4 പൈ ഇലക്ട്രോൺസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും കോൺജുഗേഷനിൽ പങ്കെടുക്കുന്നതിനാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് 6 പൈ ഇലക്ട്രോൺസ് ആണ് ഉള്ളതെന്ന്. 6 പൈ ഇലക്ട്രോൺസ് ഉള്ളതിനാൽ 4n + 2 = 6. എന്നിൻ്റെ വാല്യൂ എത്ര വരും? 1 വരും. അതിനാൽ രണ്ടാമത്തെ കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ്. മൂന്നാമത്തെ കോമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ റിങ്ങിനകത്ത് 4 പൈ ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. 4 പൈ ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും ആരോമാറ്റിക് ആവുകയില്ല. അപ്പോൾ മൂന്നാമത്തെ കോമ്പൗണ്ട് ആരോമാറ്റിക് അല്ല. എന്നിന്റെ വാല്യൂ അവിടെ 1, 2, 3 എന്നിവ വരികയില്ല. മൂന്നാമത്തെ കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 1, 2, 3, 4, 5 പൈ ബോണ്ട്സ്, അതായത് 10 പൈ ഇലക്ട്രോൺസ് ആണുള്ളത്. 4n + 2 = 10 പൈ ഇലക്ട്രോൺസ്. അതായത് എൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് 2 വരും. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യണ്ടേ 4n + 2 പൈ ഇലക്ട്രോണിലൂടെ അപ്ലൈ ചെയ്തിട്ട് എന്നിൻ്റെ വാല്യൂ കാണുമ്പോഴത്തേക്ക് 1, 2, 3 എന്നിവ വന്നെങ്കിൽ മാത്രമേ ആ കോമ്പൗണ്ട് ആരോമാറ്റിക് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ആരോമാറ്റിക് ആയിട്ടുള്ളത് ബിയും ഡിയും. ബിയിൽ 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്, ഡിയിൽ 10 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. എന്നിൻ്റെ വാല്യൂ ബിക്ക് 1 വരും, ഡിക്ക് എന്നിൻ്റെ വാല്യൂ 2 വരും. അതിനാൽ ബിയും ഡിയും ആരോമാറ്റിക് ആണ്, എയും സിയും ആരോമാറ്റിക് അല്ല. അപ്പോൾ റിങ്ങിന് പുറത്ത് കിടക്കുന്ന പൈ ബോണ്ട്സ് നമ്മൾ പരിഗണിക്കാറില്ല. റിങ്ങിനകത്ത് ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ് മാത്രമേ നമ്മൾ ഹക്കൽസ് റൂളിന് വേണ്ടിയിട്ട് പരിഗണിക്കാറുള്ളൂ. അതിനാൽ ഉത്തരം ഒന്നും കൂടി ബി ആൻഡ് ഡി.
മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് വെദർ സൈക്ലോപെൻഡ ഡൈഇനൈൽ ആനയോൺ ഇസ് ആരോമാറ്റിക് ഓർ നോൺ ആരോമാറ്റിക് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ മോളിക്യൂളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈക്ലോപെൻഡ ഡൈഇനൈൽ ആനയോൺ. സൈക്ലോപെൻഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്ലിക് സ്ട്രക്ചർ ഉണ്ട്, 5 സൈഡ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സൈക്ലോപെൻഡ. ഡൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡബിൾ ബോൺസ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് കാണുന്നു, ആയതിനാൽ ഇതൊരു ആനയോൺ ആണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ഒരു പൈ ബോണ്ട് ഇവിടെ, ഒരു പൈ ബോണ്ട് ഇവിടെ. അപ്പം 2 പൈ ബോൺസും കൂടി 4 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. കൂടാതെ നെഗറ്റീവ് ചാർജ് കാണിക്കുന്നുണ്ടല്ലോ. നെഗറ്റീവ് ചാർജ് എപ്പോഴാണ് കിട്ടുന്നത്? ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്. അപ്പം ഈ 4 പൈ ഇലക്ട്രോൺസിൻ്റെ കൂടെ ഈ നെഗറ്റീവ് ചാർജ് കൊടുക്കുന്ന ഒരു പെയർ ഓഫ് പൈ ഇലക്ട്രോൺസ് കൂടെ കൂട്ടിയിട്ട് മൊത്തം 6 പൈ ഇലക്ട്രോൺസ് ആണ് സൈക്ലോപെൻഡ ഡൈഇനൈൽ ആനയോണിനകത്തുള്ളത്. ഹക്കൽസ് റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 4n + 2 = 6 പൈ ഇലക്ട്രോൺസ് ആണ്. എന്നിൻ്റെ വാല്യൂ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും 1. അതിനാൽ ഉത്തരം എന്താണ്? സൈക്ലോപെൻഡ ഡൈഇനൈൽ ആനയോൺ ഈസ് ആരോമാറ്റിക്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നുണ്ട്, അതിന് കോൺജുഗേഷനകത്ത് പങ്കെടുക്കാൻ സാധിക്കുകയും അങ്ങനെ ആ കോമ്പൗണ്ടിനെ അത് ആരോമാറ്റിക് ആക്കി മാറ്റുന്നു. മറ്റൊരു ചോദ്യം, സൈക്ലോഹെപ്റ്റ ട്രൈനൈൽ കാറ്റോൺ. ഒന്നും കൂടി, സൈക്ലോഹെപ്റ്റ ട്രൈനൈൽ കാറ്റോൺ. ട്രൈനൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡബിൾ ബോൺസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ആരോമാറ്റിക് ആണോ അല്ലയോ എന്നുള്ളതാണ് മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. എന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് 3 പൈ ബോൺസ് ആണ്. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾക്ക് മനസ്സിലാവും 3 പൈ ബോൺസ് ഉള്ളതിനാൽ 6 പൈ ഇലക്ട്രോൺസ് ഇതിനകത്തുണ്ട്. 6 പൈ ഇലക്ട്രോൺസ് ഉള്ളതിനാൽ 4n + 2 = 6 പൈ ഇലക്ട്രോൺസ്. എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് 1 വരുന്നു. അതിനാൽ ഈ കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ്. അപ്പോൾ ആദ്യത്തെ സൈക്ലോപെൻഡ ഡൈഇനൈൽ ആനോൺ ആരോമാറ്റിക് ആണ്. കാരണം ആ നെഗറ്റീവ് ചാർജ് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു. ആ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് കോൺജുഗേഷനിലുള്ളതിനാൽ അത് n = 1 കിട്ടുന്നു. അതിനാൽ അത് ആരോമാറ്റിക് ആണ്. സൈക്ലോഹെപ്റ്റ ട്രൈഇനൈൽ കാറ്റോൺ, അതിനകത്ത് 3 പൈ ബോൺസ് ഉണ്ട്, 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. 4n + 2 റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഹക്കൽസ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് n = 1 കിട്ടുന്നുണ്ട്. അപ്പോൾ 4n + 2 പൈ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു ആ പൈ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം എൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ എൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും? 1, 2, 3 ഇങ്ങനത്തുള്ള വാല്യൂസ്. അപ്പോൾ ആരോമാറ്റിക് കോമ്പൗണ്ട്സിനകത്ത് നമ്മൾ 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ബെൻസിനോയിഡ് ആൻഡ് നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്. ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ബെൻസീൻ, നാഫ്തലിൻ, ഫിനാൻദ്രീൻ, ആന്ത്രസീൻ, ഇതെല്ലാം നമ്മൾ അവിടെ പറഞ്ഞു. അതെല്ലാം ആരോമാറ്റിക് ആയിരുന്നു. അവിടെ n = 1 കിട്ടി, n = 2 കിട്ടി, n = 3 കിട്ടി. അതുപോലെ നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സിനകത്ത് നമ്മൾ ഫ്യൂറാൻ കണ്ടു, തയോഫീൻ കണ്ടു, പിറിഡീൻ കണ്ടു, പിന്നെ സൈക്ലോപെൻഡ ഡൈഇനൈൽ ആനയോൺ കണ്ടു, സൈക്ലോഹെപ്റ്റ ട്രൈഇനൈൽ കാറ്റോൺ ഉണ്ട്, പൈറോൾ മോളിക്യൂൾ ഉണ്ട്. ഇതെല്ലാം എന്താ? ആരോമാറ്റിക് ആണ്. അതായത് ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. 4n + 2 പൈ ഇലക്ട്രോൺ. അപ്പോൾ 4n + 2 = 6 പൈ ഇലക്ട്രോൺ, n = 1. 4n + 2 = 10 പൈ ഇലക്ട്രോൺസ്, n = 2. 4n + 2 = 14 പൈ ഇലക്ട്രോൺസ്, n = 3. അപ്പോൾ 6 പൈ ഇലക്ട്രോൺസ് വരിക, 10 പൈ ഇലക്ട്രോൺസ് വരിക, 14 പൈ ഇലക്ട്രോൺസ് വരിക. ഈ പൈ ഇലക്ട്രോൺസ് എല്ലാം ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ് ആണെങ്കിൽ മാത്രമേ, ആ റിങ്ങിനകത്തുണ്ടെങ്കിൽ മാത്രമേ അവന്മാർ ആരോമാറ്റിക് ക്യാരക്ടർ കാണിക്കത്തുള്ളൂ. അപ്പോൾ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് മാത്രമല്ല, നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് നമ്മളിപ്പോൾ കണ്ട പോലെ ആരോമാറ്റിക് സ്വഭാവം കാണിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ +1 ബോർഡ് എക്സാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു സ്റ്റുഡൻസ്.